അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ട് വീഡിയോ ഓഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത ആ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നതല്ലേ? ശരിയാണ്, എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ ഇങ്ങനെയാണ്. കാരണം ഇപ്പോൾ അവർ ഗ്രൂപ്പിലായാലും അവർ ഓഡിയോസൊക്കെ ഇടും. ഞാൻ എത്ര വലിയ പാരഗ്രാഫ് ആയാലും ഞാൻ ഓഡിയോസ് ഇല്ല, ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മിസ്റ്റേക്ക് വെച്ച് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇടുള്ളൂ. അത് എത്ര വലിയ പാരഗ്രാഫ് ആയാലും ഞാൻ ഓഡിയോ ഇല്ല. കാരണം എനിക്ക് ഓഡിയോ അതുപോലെ ഈ വീഡിയോ കോൾ അതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു ആളാണ് ഞാൻ. ഞാൻ വീഡിയോ എടുത്ത് അത് എൻ്റെ സൗണ്ടിൽ അത് അപ്ലോഡ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യമായിട്ട് എവിടെ നിന്നാണ് എനിക്ക് ഇത്ര ധൈര്യം കിട്ടി? അല്ലെങ്കിൽ ഐസൊലേഷൻ റൂമിൽ വല്ല പവറും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ധൈര്യത്തിലാണ് രണ്ടാമത് ഞാനിപ്പോൾ വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എൻ്റെ ഈ ഒരു വെറുപ്പിൽ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഇഷ്യൂ വേണ്ട, നിർത്തിക്കുക പറഞ്ഞാൽ നിർത്തും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു ഐസൊലേഷൻ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെ വീഡിയോസിലൊന്നും വരാൻ സാധ്യതയില്ല. നമുക്കിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ ഓരോന്ന്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ബുക്ക് വായിക്കുമായിരുന്നു. ഇഷ്ടം പോലെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ബുക്കുകൾ വായിക്കുമായിരുന്നു ഒരുപാട്. അപ്പോൾ ഒരു 9th വരെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 10-12 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ ബുക്സൊക്കെ കൈകൊണ്ട് തൊടുന്നതും വായിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ തനിയെ സ്റ്റാർട്ട് ആവുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻറ്റ് സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് നിർത്തിയ സംഭവമായിരുന്നു ഈ ഡ്രോയിങ് ഒക്കെ. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഒരുപാട് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ആയത്? എപ്പോഴാണ് ഇപ്പോൾ വെറുതെ ഇരിക്കില്ല, ഒന്നും ചെയ്യാതെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. ബോറ് പറഞ്ഞാൽ എന്താ പറയുക, പട്ട ബോറ്. ഒന്നും ചെയ്യാനുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അധികം ഇരിക്കാതിരുന്നാലും അപ്പോഴൊക്കെ നമ്മൾ പുറത്ത് ജസ്റ്റ് ഇറങ്ങാനും അതുപോലെ ഉണ്ണി ഉണ്ടാവും കൂടെ. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മുടെ പഴയ നമ്മൾ മറന്നുപോയ കാര്യങ്ങളും പഴയ നമ്മുടെ എന്താ പറയുക പാഷനും ഒക്കെ നമ്മളിങ്ങനെ വരും, അറിയാണ്ട് വരും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഇതിൽ തോന്നിയതായിരിക്കും എനിക്ക് വീഡിയോ ചെയ്യൽ. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് സർജറി ഉണ്ടല്ലോ. അപ്പോൾ സർജറി രണ്ടും ഡിഫറൻ്റ് ആയിരുന്നു. എനിക്ക് രണ്ടും ഫീൽ ചെയ്ത് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് പറയാം എന്ന് വിചാരിച്ചു വന്നതാണ്. മീൻസ് സർജറി ടൈമിലുള്ള നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പെയിൻ ആണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, അത് രണ്ട് സർജറിയിലും എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, 2023 എൻ്റെ സർജറി ഉണ്ടായിരുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ അല്ലാതെ ആയാലും ഞങ്ങൾക്ക് ആ ഇയർ പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടത്തിൻ്റെ ഒരു ഇയറായിരുന്നു. ഭയങ്കര നഷ്ടത്തിൻ്റെ ഒരു ഇയറായിരുന്നു. ഞങ്ങൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ജനുവരി ഫസ്റ്റ് മുതൽക്കേ ഭയങ്കര കഷ്ടമായിരുന്നു. ജനുവരി 2023 അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ജനുവരി 15 എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതും കോഴിക്കോട്, ശില്പ പറയും, അവളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ച ആ ടൈം തൊട്ടിട്ട് തന്നെ ഞങ്ങൾ പ്ലാനിങ് ചെയ്യായിരുന്നു. മീൻസ് ഒരു മാസം മുമ്പേ ഇങ്ങനെ എന്താ പറയുക റിസോർട്ട് ബുക്ക് ചെയ്തു. അതുപോലെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. മീൻസ് അവൾക്ക് വേണ്ടി ഞാൻ തന്നെ ഹുക്ക് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാസം മുമ്പേ അതൊക്കെ ചെയ്ത് വെച്ച്, അതുപോലെ റിസോർട്ട് ബുക്ക് ചെയ്ത് എങ്ങനെയാണ് ട്രെയിൻ വരിക, അവിടെ ഇറങ്ങണം, ഇതൊക്കെ ഒരു മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഈ പ്ലാനിങ് ചെയ്താൽ നടക്കില്ല എന്ന് പറയൂലേ, അത് സത്യമായ ഒരു നിമിഷം കൂടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും പോരാത്തിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ മാത്രമായിട്ട് വേറെ ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ള ട്രിപ്പും പിന്നെ കോഴിക്കോട് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അവിടുത്തെ ഫുഡ്, അത് പിന്നെ പ്ലേസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹസ്ബൻഡിനൊക്കെ എപ്പോഴും പറയും, കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പോകണം, എന്തായാലും കോഴിക്കോട് പോകണം, എനിക്ക് അത്രയും ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ അവിടെ ആയ സമയത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയി, പ്ലാനിങ്ങൊക്കെ ആയി. ഞങ്ങൾ മൂകാംബിക പോയിട്ടാണ് പാലക്കാട്ടേക്ക് വന്നത്. മൂകാംബിക വന്നിട്ട് എനിക്ക് എഴുത്തിന് ഇരുത്തണമായിരുന്നു. അപ്പോൾ എഴുത്തിന് എത്താൻ വേണ്ടി മൂകാംബിക പോയി. മൂകാംബിക ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും അനിയനും, പിന്നെ ഏട്ടൻ്റെ ചെറിയച്ഛനും മേമയും, പിന്നെ ഏട്ടൻ്റെ അനിയത്തിൻ്റെ ഒരു ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടി മൂകാംബിക പോയി. അങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് എത്തി. അപ്പോൾ തന്നെ എനിക്ക് പനിയായി. ആ ഫീവർ വന്നപ്പോൾ തന്നെ വിചാരിച്ചു പ്ലാനിങ് ഒരുവിധം ഫ്ലോപ്പായിരുന്നു. പിന്നെ ആ ജനുവരി 14 തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ഇതും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഫീവർ വന്നപ്പോൾ തന്നെ പോയി. എന്നാലും കുറച്ച് ഫീവർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എന്തോ അവൾക്ക് ഒരു പൊടിയൊക്കെ തട്ടിയിട്ടായിരിക്കും അത് പനി കൂടി അങ്ങനെ അഡ്മിറ്റായി. എന്താ പറയുക, അഡ്മിറ്റായി. അവളുടെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വന്നു. അതായിരുന്നു ഈ തൈറോയിഡിൻ്റെ എന്താ പറയുക തുടക്കം. മീൻസ് നമ്മൾ അറിഞ്ഞത് ആ ഒരു പനി വന്നതും നന്നായി വേണമെങ്കിൽ പറയും. എല്ലാത്തിനും സിനിമയിൽ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ, ദാസാന്ന് പറയുന്ന പോലെ. അതായിരുന്നു തൈറോയിഡിൻ്റെ എന്താ പറയുക, നമ്മൾ തൈറോയിഡ് ഉണ്ട് എന്ന് അറിഞ്ഞ ആ ഒരു പനികാരനാണ്. അല്ലെങ്കിൽ ഞാനിപ്പോഴും അത് വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ടാവും. ഇപ്പോഴും ഈ സർജറിയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അത് വെച്ചുകൊണ്ട് തന്നെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പനികാരനാണ് ഈ ഡോക്ടർ അതിൻ്റെ ഒരു കുഴപ്പം ഉണ്ടാക്കി പറഞ്ഞല്ലോ, ഇത് അറിഞ്ഞതും സ്കാൻ ചെയ്തതും ഇതുവരെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഒരിത്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം, ഇതിപ്പോൾ വീഡിയോ ഇത്ര ലെങ്തായി. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും തൈറോയിഡിൻ്റെ ഇതും അത് ഞാൻ പറയാം. സർജറി രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു. ഫസ്റ്റ് സർജറി, സെക്കൻഡ് സർജറി. ഞാനത് പറയാം. എന്തായാലും നാളെ ഓണമൊക്കെ അല്ലേ, നാളെ ഓണത്തിൻ്റെ വിശേഷം നമുക്ക് പറയാം. അപ്പോൾ ഓണമായിട്ട് സദ്യം ഇതൊന്നും മൂടുന്നില്ല. പക്ഷെ എന്നാലും നാളെ ഓണം മാത്രമല്ല ഞങ്ങളുടെ ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മമാരെ അറിയാമല്ലോ, അമ്മമാർ മീൻസ് ആദ്യമായിട്ട് മോൾ വന്ന ഓണത്തിന് വന്നതാണ്. അതുപോലെ എൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അമ്മയ്ക്ക് സദ്യ വെച്ച് തരാൻ എനിക്ക് സദ്യ ഇഷ്ടമാണ്. അപ്പോൾ വെച്ചേരണം, അതുകൊണ്ട് നാളെ വെച്ചേരാനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ബൈ.